ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹീറോൻ്റെ ഡസ്റ്റിൻ്റെയാണ് വണ്ടി. ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ. ജന സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ മാക്സിമം ആണ് തീർന്ന് നിൽക്കണം കേട്ടോ. നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റണം കേട്ടോ. കാരണം ഞാൻ തീരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് നെക്സ്റ്റ് സർവീസ് ആകുമ്പോഴത്തേക്കും ഉള്ളിലത്തെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ക്ലീൻ ചെയ്തതാ. നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നമുക്കത് മാറ്റിയിടാം കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ റോളർ, അതേപോലെ തന്നെ ബോസ് ഡ്രൈവ്, വേരിയേറ്റർ ബോഡി, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. വെയിറ്റ് സെറ്റ് യൂണിറ്റാണത്. അതും നമുക്ക് നിലവിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ ആരംഭമുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയൊരു പൊട്ടൽ ആരംഭമുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അടുത്ത സർവീസിലായാലും നമ്മൾ ഓൾറെഡി ഇതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കും. കംപ്ലയിൻറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ തിരിക്കണ സമയത്തൊക്കെ ആയാലും ഫ്രണ്ട് ബ്രേക്ക് കയറി ചാടി പിടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു കേബിൾ മാറ്റിയിടാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസിങ് നടത്തി ഒന്ന് റെഡിയാക്കി വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ് ഇങ്ങനെ മൂവ്മെൻറ്റുള്ള പാർട്സുകളൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നം വെള്ളം കയറിയിട്ടൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ ഓൾറെഡി വർക്കിംഗ് അല്ല, അപ്പോൾ അത് മാറ്റി വയ്ക്കാനുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി പുതിയ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് 12.29 വരെ കാണിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് വേണത്. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിലില്ല കേട്ടോ. അപ്പോൾ ഓക്കെയാണ്, നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമായാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ പ്ലഗും കൂടി ചേഞ്ച് ചെയ്യാം. പിന്നുള്ളത് ഓയിൽ ചേഞ്ച്, ഓയിൽ കൂടി മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അത് നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും റിപ്ലൈ ചെയ്താൽ മതി. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, തീരെ വെച്ചിട്ട് ലേറ്റാവും. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും നിന്ന് തരാം. ഓക്കെ.